ആരോടോ ഫോണിൽ വിളിക്കുന്നേ? ഹലോ കൊടുക്കാം. ആരാന്ന്? കേരളത്തിലെ അച്ചുമാമനാ. അല്ല പിന്നെ എന്തിന്? ഞാൻ പാതാളത്തിലെ മഹാബലിയാ കേട്ടോ. നിങ്ങളാര്? ഞാൻ അച്ചുമാമനാ. നന്നായി ഭരിക്കുന്നവന്മാർ ഇവന്മാർ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് താങ്കൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ താങ്കൾ വരണം. അതൊക്കെ പോട്ടെ, ഇത്തവണ ഓണത്തിന് ഞങ്ങൾ എങ്ങനെ എത്തും? അതൊക്കെ പാർട്ടി തീരുമാനിക്കും. അങ്ങനെ നമ്മുടെ നെടുമ്പാശ്ശേരിയിലെത്തി. വാടോ. നടന്നോ പുറകെ ഉണ്ട്. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓണത്തിന്റെ മഹാനായ മഹാബലിയുടെ കൂട്ടാളി അദ്ദേഹത്തിന്റെ PA കരിങ്കട്ടയും ചേർന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഈ മഹാബലിയും അദ്ദേഹത്തിന്റെ PAയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കേരള സർക്കാർ ഓണാഘോഷം തുടങ്ങുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഓണം തുടങ്ങുന്നതിനായി അവരുടെ വരവും കാത്ത് നമ്മുടെ റോഡിൽ നമ്മുടെ റിപ്പോർട്ടർ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ റിപ്പോർട്ടറുമായി നമുക്ക് ബന്ധപ്പെടാം. കേൾക്കുന്നുണ്ടോ? സുകേഷാണ്. എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അതെ സുകേഷേ, ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ട് കാണുന്നത്. കൂളായിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിപ്പോയത്. എന്നെ ആരും മൈൻഡ് പോലും ചെയ്തില്ലെന്നേ. ഈ സമയത്താണ് മാവേലിയും അദ്ദേഹത്തിന്റെ PA ആണോ നേളാണോ ഒരു നീഗ്രോ ആണോ എനിക്ക് അറിയാൻ പാടില്ല, ഒരു കൂതറ കൊടയൊക്കെ ചൂടി മാവേലിയുടെ പുറകെ പോണുണ്ട്. പുള്ളിക്കാരനെ കണ്ടിട്ട് നല്ല തണ്ണിപ്പാച്ചാണെന്നാണ് തോന്നുന്നത്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ക്യാമറമാനും അതിനൊപ്പം പീറ്റപ്പൻ മരട്. എല്ലാവർക്കും ഹാപ്പി ഓണം. തിരുമേനി, ഇതൊക്കെ ഒരു അനാചാരമാ. ഓണം വന്നപ്പോ പിള്ളേരുടെ സന്തോഷങ്ങളൊക്കെ കണ്ടോ? പണ്ടൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ എന്തൊരു പുകിലായിരുന്നു. ഇന്ന് ഓണം എന്ന് പറഞ്ഞാൽ ബീവറേജില്ല, അല്ലേ തിരുമേനി? ഏതായാലും വന്നു, ഇനി എന്തൊക്കെ അനുഭവിക്കണോ? നമുക്ക് ഓണാഘോഷ കമ്മിറ്റിക്കാരെ കാണാം. എന്തായാലും മദ്യത്തിന് യാതൊരു കുറവില്ല, അല്ലേ തിരുമേനി? നമസ്കാരം. കലാപരിപാടികൾ എന്തൊക്കെയായി? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഈ പ്രാവശ്യം കഥാപ്രസംഗം ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. ഇവന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, ഒരു മണ്ണുണ്ണി മേനോൻ. 2 എണ്ണം അടിച്ച് ഹാർമോണിയവും തബലയും ചിഞ്ചിലും വെച്ചു കഥാപ്രസംഗം പറയുന്ന കേട്ടാ എനിക്ക് മാത്രമല്ല ആർക്കും മതം പൊട്ടും കേട്ടോ. കഥാപ്രസംഗത്തിന്റെ കൊലപതിയല്ലായിരുന്നു അങ്ങേര്. ഇവിടെ കഥ പറയുന്നത് കണ്ട ആ പൂപ്പുകളൊന്നും അല്ല. 2 പേരെടുത്ത് അച്ഛന്മാരാ, അറിയപ്പെടുന്നവരാ. അവരെന്തായാലും ഇവിടെ കഥ പറഞ്ഞ് കലക്കും. കോട്ടയം വ്ലോഹാസ് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ആരംഭിക്കുന്നു. സമയമായ കൊച്ചാം. അതെ, സഭകൾ നമ്മൾ തർക്കം കാരണം പള്ളികളെല്ലാം പൂട്ടി. അറിയാം. നമുക്ക് 10 പൈസ കിട്ടാൻ വേണ്ടി ദൈവം തന്ന സംഭവമാണിത്. അതും അറിയാം. നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഇല്ല, നിങ്ങൾ രണ്ടും ഇപ്പൊ ഒരു സഭയാണ്. ആണോ? ഈ കഥാപ്രസംഗം അടിച്ചുപോയി ജെൻസിന്റെ കാശും മേടിച്ച് വീട്ടിൽ പോകണം. മനസ്സിലായല്ല? അപ്പൊ ഞാൻ ഒരു ബെല്ല് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ അധിക പ്രസംഗം കൂടെ ആരംഭിച്ചോളൂ. അധിക പ്രസംഗമല്ല കപ്പ്യാര, കഥാപ്രസംഗം. ബെല്ല് കൊടുക്കും. നമസ്കാരം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് മത്സരിക്കാൻ ഞാനില്ല, കാത്തിരിക്കാൻ ആളുണ്ട്. ഒരുപാട് കുരിശുകളും സാത്താന്മാരുമുള്ള ഒരു ഇടവകയിലാണ് ഈ കഥ നടക്കുന്നത്. ആ ഇടവകയുടെ പേരാണ് പുത്തൻകുരിശ്. ആ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കാടിവെള്ളം പോലുമില്ല, കുടിക്കാനായി ആരുമില്ല, ടാങ്കറിൽ വെള്ളം വന്ന കുളിക്കാടാ. തന്തേം തള്ളേം വീട്ടിലില്ലേ, കയറൂരി വിട്ടതുപോലെ മരം കയറി പിള്ളേരെല്ലാം കളവാടാ. പുത്തൻകുരിശ് എന്ന് പേര് കാരണം അവിടെയുള്ള ഒരു കുരിശും പഴയതാകാറില്ല. അതിനു മുൻപ് തന്നെ അത് അവിടുത്തെ ഇടവകയിലെ സാത്താന്മാരെ അത് അടിച്ചു മാറ്റും. അങ്ങനെ അവിടെ പുതിയ പുതിയ കുരിശുകൾ വന്നുകൊണ്ടേയിരുന്നു. ആ ഇടവകയിലെ ഏക പള്ളിയാണ് വേൽപ്പള്ളി അഥവാ വെള്ളാപ്പള്ളി. വെള്ള പൂശ പള്ളിയായത് കാരണമാണ് വെള്ളാപ്പള്ളി എന്ന് പറയാൻ കാരണം. ആ ഇടവകയിലെ ഏക കൈക്കാരനാണ് പൊങ്ങച്ചപ്പറമ്പിലെ അന്തപ്പൻ. അന്തപ്പന്റെ ഏക മകളാണ് മറിയ. മരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ
പ്രേമിക്കാൻ വേണ്ടി ദാഹിച്ച് മോഹിച്ച് നടക്കുന്ന ഒരു മാലാഖയാണ് അവൾ. ഒരു മരണ പെണ്ണ് തന്നെയാണ് അവൾ. നമുക്ക് അവളെ കുറിച്ച് വർണ്ണിക്കാം. സുസ്മിത സഞ്ചരിച്ച പോലെ, മോഹൻലാല് നടക്കും പോലെ, ഇന്ദ്രൻസിന്റെ പെടലി പോലൊരു പെണ്ണ്. പെണ്ണവൾ തനിച്ചു പോയാൽ ഇളിച്ചുകൂടും, ചെറുപ്പക്കാർ ഒളിച്ചു നിന്ന് കൊതിച്ചുകൂടും. സുസ്മിത സഞ്ചരിച്ച പോലെ, മോഹൻലാല് നടക്കും പോലെ, ഇന്ദ്രൻസിന്റെ പെടലി പോലൊരു പെണ്ണ്. മരിയ ഇടവകയിലെ കൊയർ ഗ്രൂപ്പിലെ ഒരു വാനം പാടിയാണ്. കൂടാതെ വേദോപദേശത്തിന്റെ ലീഡറിയും. അവളുടെ പാട്ട് കേട്ടാൽ പോകാത്തവർക്കും പോകും. പിച്ചും താളവും. ആ കൊയർ ഗ്രൂപ്പിലെ മെയിൻ സിംഗറാണ് കുരിശിങ്കൽ ആയിപ്പിന്റെ മകൻ ജോസഫ്. അവൻ പാടി പാടി പ്രശസ്തനായപ്പോൾ അപ്പന്റെ ഇപ്പ് വട്ടി ജോസായി. അപ്പന്റെ ഇപ്പ് കൂടി കഥ ഞങ്ങൾ പറഞ്ഞോളാം. അവൻ ക്യാഷുകാരനാണ്. ക്യാഷ് ഉള്ളവൻ ജോസ്, ക്യാഷ് ഇല്ലാത്തവൻ ജോസ്. എല്ലാ ഞായറാഴ്ചയും ജോസും മരിയയും പള്ളിമേടയിൽ ഒത്തുകൂടും പാട്ടിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ടാ. സത്യം പറയാലോ മോളെ, ഞാൻ നിന്റെ ബിഗ് ഫാനാണ്. പക്ഷെ ഇന്ന് എന്ത് പറ്റി നിനക്ക്? നിന്റെ പാട്ടിന് എന്തോ പറ്റി കേട്ടോ, സത്യം. ഇന്ന് പാട്ട് പാടിയപ്പോ എന്റെ പിച്ച് പോയി. അത് നല്ല പിച്ച് കൊള്ളാത്തിന്റെ കുഴപ്പം. പിന്നെ എന്റെ താളവും പോയല്ലോ. പക്ഷേ അവന്റെ കാര്യം മാത്രം അവളോട് പറഞ്ഞില്ല. എന്താണോ അവരുടെ പ്രേമത്തിന്റെ കാര്യം? അങ്ങനെ ഒരു ദുഃഖം വന്നു. എല്ലാ വർഷവും വരാറുള്ള ദുഃഖം. ദുഃഖവെള്ളി. അതെ, ദുഃഖവെള്ളി. എവിടെയായിരുന്നു സിസ്റ്റർ അൺകോൺഷ്യസ്? കോറസ് പാടാനാണെന്ന് അറിയില്ലായിരുന്നു. പോയി കോൺഗ്രസ് പാടൂ. പോയി പാടിക്കോ. അപ്പൊ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ദുഃഖവെള്ളി. അതെ, ദുഃഖവെള്ളി. അങ്ങനെ ആ വെള്ളിയാഴ്ച കബറെടുക്കാൻ കഴിഞ്ഞ എല്ലാവരും പോയി. പക്ഷെ മറിയ മാത്രം പോയില്ല. അതെന്താണെന്നല്ലേ? ആ പള്ളിയിലെ അച്ഛൻ പോയിട്ട് ഒരു ഈച്ച പോലും ഇല്ലായിരുന്നു. വെളിച്ചമൊന്നുമില്ലായിരുന്നു. സമയം ഏതാണ്ട് 12:12 കാണും. ഈ സമയം മറിയ തന്റെ അമ്മയെ അടക്കം ചെയ്തിരിക്കുന്ന കബറടത്തിൽ ചെന്നിരുന്നു, പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആ തെമ്മാടിക്കുഴിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുമാറായി. ഈ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ അത് മറ്റാരുമല്ലായിരുന്നു, കുഴിവെട്ടി ഔദോടെ മകൻ എൽദോ. അവളെയും കാത്തിരുന്ന എൽദോയുടെ കയ്യിൽ ഒരു പൂവ്, ഒരു ശവന്നാറി പൂവ്. അവൻ ആ പൂവുമായി അവളുടെ അടുത്തേക്ക് ചെന്നു. ഇതെന്റെ ഹൃദയമാകുന്നു. അരുത്, അത് മാത്രം എനിക്ക് തരരുത്. എന്നിട്ട് ആ പൂവ് അവൻ അവളുടെ കയ്യിൽ ബലമായി കൊടുത്തു. അവനും അവളും തമ്മിൽ പിടിവലിയായി. ഇത് കണ്ടു നിന്ന ജോസ് അവനെ ആഞ്ഞു ചവിട്ടി. സിമിത്തേരിയിൽ പൊരിഞ്ഞതല്ല, കുരിശുകൾ ഊരി ഇരു കുരിശും തമ്മിൽ ഒരു കുരിശ് യുദ്ധം തന്നെ നടന്നു. എൽദോ തല്ലുവാനായിട്ട് ജോസ് പള്ളിക്ക് ഓടിച്ചിട്ടു. ഇതുവരെ പള്ളിക്ക് പ്രദക്ഷിണം വെക്കാത്ത ജോസ് അന്ന് 8 തവണ പള്ളിക്ക് പ്രദക്ഷിണം വെച്ചു. ഇരുവരും ഓടിത്തളർന്ന് ഓരോരോ കല്ലറകളിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് എന്നത്തെ പോലെ നേരം പുലർന്നു. നേരം വെളുത്തപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. മാൻ മിസ്സിങ്. കൂടെ ഒരു വിമണും. മൊത്തം 3 പേര്, മറിയയും എൽദോയും പിന്നെ ജോസും. എൽദോയെ അന്വേഷിച്ച ചിലർ ഊളംപാറയ്ക്ക് പുറപ്പെട്ടു. ചിലർ അവരെ തിരക്കി പരുകം പാഞ്ഞു. ആ ഇടവകയിലെ യേശുവീരൻ റപ്പായുടെ വായിൽ നിന്നും ആ നുണസത്യം പുറത്തു വന്നു. രണ്ടുപേരും കൂടി പാടി കിടന്നപ്പോ ഞാൻ പറഞ്ഞില്ല അവര് തമ്മിൽ സ്നേഹമാണെന്ന്. അപ്പടിയാ പരസ്പരം സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞപ്പോ അതിങ്ങനെയാകും ഞാൻ കരുതിയില്ല. അവളവന്റെ മണവാട്ടിയായി കാണുന്നേ. മറിയുടെ അപ്പൻ അന്തപ്പന്റെ ചെവിയിലും ആ നുണക്കഥ എത്തി. ആന്റെ വികാരമാണ് പൊട്ടി. പൊട്ടിത്തെറിച്ചവൻ പറഞ്ഞു, ഈ തറവാട്ടിൽ പിറന്ന എന്റെ മകളെ ഒരു പുതു ക്രിസ്ത്യാനിയായ അവൻ കെട്ടിയാൽ അവളെ ഞാൻ കെട്ടിത്തൂക്കുമെന്ന്. കെട്ടിത്തൂക്കും. എന്താ പറഞ്ഞത്? അവളുടെ അപ്പൻ സത്യം ചെയ്താണ്. ആ സത്യമായി അയാൾ 3 വർഷം ജീവിച്ചു. 3-ാമത്തെ ദിവസം ഒരു ഉച്ചരയ്ക്ക് 12:30 മണിക്ക് മാലാഖയെ പോലെ അവൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പാ, ഞാൻ മണവാട്ടിയായി. അത് കേട്ടത് മാറ്റപ്പൻ കയ്യിൽ നിന്ന് അരിവാ കൊണ്ട് അവിടെ തലക്കിട്ട് ഒറ്റ വെട്ടെ. അവൾ നിലത്ത് വീണ് പിടയുകയാണ്. ചോരയിൽ കുളിച്ചു കിടന്ന അവൾ അപ്പനോട് പറഞ്ഞു, അപ്പൻ എന്നെ തെറ്റിദ്ധരിച്ചു.
ഞാൻ കർത്താവിന്റെ മണവാട്ടിയായി എന്നാ പറഞ്ഞത്. എന്റെ ആഗ്രഹമായിരുന്നു ഒരു കന്യാസ്ത്രീ ആവാന്നുള്ളത്. അപ്പം സമ്മതിക്കില്ല എന്നതുകൊണ്ട് ഞാൻ അനുവാദം വാങ്ങാതെ മടത്തി ചേർന്നത്. അങ്ങനെ അവൾ ആരോട് അനുവാദം വാങ്ങാതെ അവൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഈ സമയം കൈക്കാരനുമായി കണക്കുകൾ കൈകാര്യം ചെയ്യാൻ കൊച്ചച്ഛനും വലിയച്ഛനും മാൻ്റപ്പന്റെ വീട്ടിലെത്തി. ആ രംഗം കണ്ട് ആ വികാരികൾ വികാരഭരിതരായി. കൊച്ചച്ഛൻ പറഞ്ഞു, ആരും അറിയാതെ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാം. അതെ, കൈക്കാരനെ രക്ഷിക്കണം. അതെ, അങ്ങനെ 3 പേരും കൂടെ കന്യാസ്ത്രീയുടെ ജലമെടുത്ത് കിണറ്റിലേക്ക് ഇട്ടു. അങ്ങനെ CBIക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം ഞങ്ങൾ ആ കഥ അവിടെ അവസാനിപ്പിച്ചു. ഞങ്ങൾ അഹങ്കാരത്തോടുകൂടി പറയുകയാണ്, തന്തയ്ക്ക് പറഞ്ഞ CBIകളാണെങ്കിൽ അവർ ഡെമ്മിയിട്ട് പരീക്ഷിച്ചിട്ട് കേസ് തെളിയിക്കട്ടെ. അതെ, അങ്ങനെ ആരും അറിയാത്ത രീതിയിൽ ഞങ്ങൾ ആ കഥ അവസാനിപ്പിച്ചു. നന്ദി. നന്ദി നന്ദി പറയാൻ വരട്ടെ. ആരാണ്? വി ആർ ഫ്രം CBI. നിങ്ങൾ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. അങ്ങനെ പറയരുത്. ഈ കൊച്ചെന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ എന്നെ നാറിക്കോ ടെസ്റ്റ് ചെയ്തു. ഒരുപാട് നാളായി ഞങ്ങൾ അന്വേഷിച്ചിരുന്ന കേസ് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. സകല തെളിവുകളോടും കൂടി നിങ്ങളെ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കം ഓൺ. വരുവെച്ച് ഒരാവശ്യമില്ലാത്ത കഥ പറച്ചിലായിപ്പോയി. സിസ്റ്റർ വന്നോളൂ, ഉണ്ട തിന്ന നാടനുണ്ട. കൊച്ചച്ഛൻ ചതിച്ചേ, കൊച്ചച്ഛൻ ചതിച്ചേ. ഇത് രാഷ്ട്രീയ കളിയാ. വീണ്ടും ഒരു വിമോചന സമരം കൂടി വേണ്ടി വരും. അന്തോണി മുഖ്യന്റെ ചെയറ് വെടിഞ്ഞ് കേന്ദ്രത്തിൽ മന്ത്രിയായി ഓടി മറഞ്ഞ് കൊഞ്ഞനം കുത്തുന്ന ലീഡർ കരഞ്ഞ് പാഴായി പോയൊരു പയ്യനെ കണ്ട് കൺകുരുവല്ലേ കാഞ്ഞിരമല്ലേ കണ്ടാൽ കലിയ ശ്രീചാണ്ടി. നെഞ്ചിനുള്ളിൽ തീപ്പകയുണ്ട് ലീഡർക്കും മക്കൾക്കും ചാണ്ടി. കാലകാലം ഞങ്ങളെ കാക്കണം ശ്രീ കരുണ. കൂടെ പോന്ന ഞങ്ങളെ കാക്കണം കാലകാലം വരെയും. അങ്ങനെ അച്ഛന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനേ. തിരുമേനി നമ്മളെ എങ്ങോട്ടാ പോകുന്നേ? തിരുമേനി പോകാൻ പോയ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? എന്റെ പേര് പരാതി കൊടുക്കാനാ? എടോ ഡൂപ്പേ, ഇതാണ് പോലീസുകാരുടെ പുതിയ ചാനൽ. കള്ളന്മാർക്ക് പോലും ഇപ്പൊ ചാനലുകൾ ഉണ്ടല്ലോ. ഈ ചാനലുകളാണല്ലോ പോലീസുകാരെയൊക്കെ ചീത്തയാക്കുന്നത്. അവർക്ക് സ്വന്തം നന്നാവാനുള്ള ഒരു ചാനലാണെന്ന് തൽക്കാലം നീ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അവരൊരു കാലത്തും നന്നാകത്തില്ല. ഞാൻ ഈ പറഞ്ഞ ചാനൽ കഥ നിനക്കൊട്ടും വിശ്വാസമായിട്ടില്ലല്ലയോ? എന്നാ വാ, നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാ, കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകുമോ? എല്ലാ മാന്യ റാസ്കൽസിനും പോലീസ് ടീമിലേക്ക് സ്വാഗതം. അയ്യോ, ഇന്നത്തെ പ്രധാന പരിപാടികൾ രാത്രി 8:30 വെഞ്ഞാറമൂട് RC ക്യാമ്പിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ചവിട്ട് നാടകം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം സാറാസ് ഇടിഗമ മഗരീസ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇടിഗമ മഗരീസയിലേക്ക് സ്വാഗതം. സമ്മാനം കൊടുക്കുക. ഇതാണ് ഇടിഗമ മഗരീസ. കഴിഞ്ഞ ഓണത്തിനാണോ അങ്ങനത്തെ ഓണത്തിനാണോ എന്ന് എനിക്കറിയില്ല. ഞാനും ഇതുപോലെ അനുഭവിച്ചിട്ട് നിൽക്കുക. നമുക്കൊരു സിനിമയ്ക്ക് പോവാടാ. സിനിമ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ. പാടാം ഹൈദ്രോസ് ചെയ്തവർ പണ്ടംഗം വെട്ടിയ കഥകൾ, വെടക്ക് കഥകൾ, ബേജാറ് കഥകൾ, മുച്ചിട്ട് കളിയുടെ കഥകൾ. പാടാം ഹൈദ്രോസ് ചെയ്തവർ പണ്ടംഗം വെട്ടിയ കഥകൾ, വെടക്ക് കഥകൾ, ബേജാറ് കഥകൾ, മുച്ചിട്ട് കളിയുടെ കഥകൾ. ആണും പെണ്ണുമല്ലാത്ത ചതിയനന്ത്രു ഹൈദ്രോസ് മടിയിൽ മയങ്ങുമ്പോ മൂക്കിന്റെ അറ്റത്ത് തൊലിപോയ ഭാഗത്ത് സിഗരറ്റ് കുറ്റി കൊണ്ടാഞ്ഞുകുത്തി.
ഹംസക്കായുടെ വാടക സൈക്കിളിൽ വേദനയോടെ വിഷമത്തോടെ ആചാരുടെ വീടിന്റെ മുറ്റത്ത് ചെന്നപ്പോൾ സൈക്കിള് പഞ്ചറായി മരിച്ചു വീണു. പടച്ചോനെ, എന്തോരം ഹംക്കളുടെ തലയെടുത്ത ബാളാണിത്. ഇപ്പൊ ഇതുകൊണ്ട് ഇറച്ചി പോലും നുറുക്കാൻ പറ്റണല്ലോ റബ്ബേ. കുഞ്ഞിപ്പാത്തു, കുഞ്ഞിപ്പാത്തു, ഓ മഗ്‌രിബ് വാങ്ങ് കേട്ടില്ലേ? കളരിൽ വിളക്കൊളുത്ത്. കളരി പരമ്പര ജിന്നുകളെ കാത്തുകൊള്ളണേ. കുഞ്ഞിപ്പാത്തു, ബിരിയാണി റെഡിയായ? പുറത്താരാണ്? അകത്ത് ഞമ്മള്. പുറത്താരാന്നാ ചോദിച്ചത്? ഇത് വലിയ ഡെങ്ങേറായില്ലേ കുഞ്ഞിപ്പാത്തു? ആ ബാലൂർ നോർത്തെ ഞമ്മള് പോയി വീണേനെ. എഴുന്നേക്ക്. എന്തായാലും നെഞ്ചും തല്ലി വീണല്ലേ. കുഞ്ഞിപ്പാത്തു, ഈ പുള്ളങ്ങൾക്ക് ഓരോ ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങുള്ളം കൊടുത്തേ. ബാളു കളിക്കണ്ട. നമ്മളിങ്ങടെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നല്ല. പിന്നെന്താ, ഞമ്മളെ വെള്ളം കുടിപ്പിക്കാൻ വന്നതാ? ഇങ്ങടെ തല വെട്ടാൻ വേണ്ടി വന്നാണ്. ആഹാ, അപ്പൊ ബാർബർമാരായിരുന്നല്ലേ? മുടി വെട്ടാനാണെങ്കിൽ വല്ല വെട്ടവും വെളിച്ചുള്ളപ്പൊക്കെ വന്നൂടെ? അല്ല, നമുക്ക് ഈ തല വേണം. ഏത്തല? ഈ തല. അത് പറ. അപ്പൊ നിങ്ങ കൊട്ടേഷൻ ടീമാണല്ലേ? നിങ്ങൾ പരിഹസിക്കാതെ വാളടിക്കിൻ ചതിയൻ അന്ത്രു. അത്രക്കായ ആരോട് അംഗം? നമ്മള് തോറ്റൊന്നും കരുതണ്ട. നമ്മളെ മൂത്താ പഠിപ്പിച്ച ഒത്തിരി അടവുണ്ട് നമ്മുടെ കയ്യിൽ. കാണണോ നിങ്ങക്ക്? മുലപ്പാലിന്റെ മണം മാറാത്ത ഈ കബൂർ പിള്ളേരോട് തൊടുക്കാൻ കൂട്ടുനിന്നതോ അംഗം? പറയിൻ, ഇനി എന്തുണ്ട് കയ്യിൽ? ബിരിയാണി തിന്ന് പെരിഞ്ചീരകവും ബായിലിട്ട് വടിപാള് കൊണ്ട് ബായത്തട വെട്ടി വീഴ്ത്തുന്നതോ അംഗം? അതോ കബൂർ വൈക്കന്മാരെ കൊച്ചിന്നിറക്കി പുറകേന്ന് തല്ലി വീഴ്ത്തുന്ന ആറാമ്പർ നടവോ? അന്ത്രുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. കുടിയനോട് ഇടിച്ചു മരിച്ച ബാപ്പ ആദ്യം നമ്മളെ തോൽപ്പിച്ച്, പൊന്നും പറമ്പും വിറ്റ് മുച്ചീട്ട് കളിക്കാൻ ഇറങ്ങി കള്ളക്കളി കളിച്ച് ബീരാൻ നമ്മളെ തോൽപ്പിച്ച്. തോൽവികൾ ഏറ്റുവാങ്ങാൻ അന്ത്രുവിന്റെ ജീവിതം ഇനിയും ബാക്കി. ആണായി പറഞ്ഞവർക്കാർക്കും അന്ത്രുവിനെ തോൽപ്പിക്കാനാവില്ല. വന്ന പയ്യ മടങ്ങിപ്പോ. മടങ്ങിപ്പോകാൻ മടങ്ങിപ്പോക്കോളാം. പക്ഷേ ചതിനന്ത്രിന്റെ തലയുമായിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകുള്ളൂ. നിങ്ങളുടെ തലയിലൊന്നങ്ങോട്ട് ചെന്ന നമ്മുടെ തലയെടുക്കും. നമ്മുടെ തലയോട് ഇത്രക്ക് പൂജയുള്ള നിങ്ങളുടെ ഉമ്മാടെ പേരെന്താണ്? പറയിൻ, ബായ തുറന്നു പറയിൻ. നമ്മുടെ ഉമ്മാനെ ഇങ്ങക്ക് അറിഞ്ഞൂടല്ലേ? നിറകൊണ്ട പാതിരാക്ക് കുമരമ്പുഴം നീന്തിക്കടന്ന് നമ്മുടെ ഉമ്മാന്റെ അടുക്കള കയറിയത് ഇങ്ങക്ക് അറിഞ്ഞൂടല്ലേ? ആറ്റുമണം മേലെ ഉണ്ണി ഐഷ. ഐഷ ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. ഇന്ദ്രജാലം മെല്ലെയുണർത്തി മന്മഥന്റെ പേരിലേറ്റി. ഇന്ദ്രജാലം മെല്ലെയുണർത്തി മന്മഥന്റെ പേരിലേറ്റി. ഇന്ദുലേഖ കൺതുറന്നു
ഭാവം സാന്ദ്രമായി. ഹായ് അന്തർച്ചേകോര്, നിങ്ങള് പറഞ്ഞത് ആരെങ്കിലും കണ്ടാ? നമ്മളെ ആരും കണ്ടില്ല. പക്ഷേങ്കില് ഒരു പകയൻ തലയിൽ മുണ്ടിട്ടിട്ട് ഈ മതിലിയാടി ഓടണ കണ്ടല്ല, അതാരാണ് ഉന്നയിച്ച? അത് നമ്മുടെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കാൻ വന്ന ഉസ്താദില്ലേ? ഈ പാതിരക്ക. അതവിടെ നിക്കട്ടെ. നമ്മളോട് എന്തിനാണ് ഈ പാതിരാത്രിക്ക് വരാൻ പറഞ്ഞ് നീ ഫോൺ ചെയ്തത്? ആരോടും പറയരുത്. ഇല്ലെന്നേ. നമ്മുടെ തല തൊട്ട് സത്യം ചെയ്യേ. നമ്മുടെ മയ്യത്തായ ബാപ്പയാണ്, നമ്മുടെ പൊന്നും കെട്ട ഉണ്ണി ഐശാണ് സത്യം. നമ്മളിത് ആരോടും പറയൂല. എനിക്ക് പറയാം. 14-ാം തീയതി കുടുംബശ്രീയുടെ വാർഷിക. അവിടെ കളിക്കാൻ ഞമ്മളൊരു കോലുകളി പഠിപ്പിച്ചു തരുമോ? ചെയ്തൻ വെറുതെ ആശിപ്പിച്ച്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ? ഇല്ല, ഒന്നുമില്ല. കോലെടുത്തോളാൻ പറഞ്ഞതാ. നമുക്ക് കളി തുടങ്ങാ. എടുക്കെടുക്ക്. ഓ, ഈ പാലിനെ കൊണ്ടത് കോല് കളിക്കാൻ വേണ്ടിയാണ്. തുടങ്ങാ. അഞ്ചഞ്ചും പൊരുളടി കനമറിവാൻ ആയും ചുഴും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി കനമറിവാൻ ആയും ചുഴും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി കനമറിവാൻ. പടച്ചോനെ, പണി പാളിന്ന തോന്നണേ. നിന്റെ പുയ്യാപ്പള കുഞ്ഞി ബീരാനെന്നാ തോന്നണേ. വള്ളുവനാട് അകത്തിന് പോയിട്ട് നാളെ വരത്തുള്ളത് പറഞ്ഞതുകൊണ്ടാ ഞാൻ അന്തർച്ചേകരോട് വരാൻ പറഞ്ഞത്. പലാക്കിന്റെ അബല് കഞ്ഞിയായല്ല. പകയനെ കണ്ടത് നമ്മൾ എവിടെ പോയി ഒന്ന് ഒളിക്കും? ഒന്ന് പറ. പടച്ചോനെ, ഇവിടെ എവിടെ ഒളിച്ചാലും അവൻ നമ്മളെ പൊക്കും. ഓന് നമ്മൾ തമ്മിലുള്ള എക്കുമ്പത്തിൽ പണ്ടേ ഡൗട്ട് ഉണ്ട്. ഈ പകയും കാണാതെ ഇപ്പൊ നമ്മൾ അവിടെ പോയി ഒന്ന് ഒളിച്ചു നിൽക്കും. ഒന്ന് പറ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ കട്ടിലേ കയറി ആ പുതപ്പിട്ട് അങ്ങ് മൂടിക്കട. കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേറി വന്ന വൈക്ക് കട്ടില് കാണൂല പകയൻ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇന്ന് വരെ ഞാൻ കിടക്കണ കട്ടിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നല്ലേ നമ്മുടെ കൈയും കാലും വരച്ചിട്ട് പാടില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, ആ വാതിലിന്റെ മറയിലോട്ട് മാറി നിൽക്ക്. ഞമ്മള് വാതില് തുറക്കുമ്പോ അങ്ങേരകത്തേക്ക് കയറും. ആ തക്കം നോക്കി നിങ്ങള് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം ഓടിക്കോണം. കേട്ടല്ലോ? നിക്ക് നിക്ക് നിക്കേ. ആണും പെണ്ണും കെട്ട കൊള്ള ഹിമാറേ, ഞമ്മടെ ഈ കങ്ങത്തിന് പോയി തക്കം നോക്കി ഓടി പൊളിച്ച് നീ ഞമ്മടെ കിടപ്പറ കേറിയ തക്ക സമയത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞമ്മടെ മാനം. വേണ്ടിക്ക വേണ്ട, വേണ്ടിക്ക വേണ്ട, വേണ്ടിക്ക വേണ്ട, വേണ്ട. കൃതപാമകരി തങ്കത്തുങ്കത്തതിങ്കിണ കിങ്കൃത തെമികിടമേളം തകതന്തരി സരിഗമ തക്കിടജത്ത കിങ്കിണ തന്തിമി താളങ്കൃത താളം തങ്കൃത പാമകരി തങ്കത്തുങ്കത്തതിങ്കിണ കിങ്കൃത തെമികിടമേളം തകതന്തരി സരിഗമ തക്കിടജത്ത കിങ്കിണ തന്തിമി താളങ്കൃത താളം കൃതപാമകരി. ഇതാണ് മക്കളെ സത്യം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നിറകൊണ്ട പാതിരാക്ക് കുമരമ്പഴ നീന്തി നമ്മളെ ഉമ്മാന്റെ കിടപ്പറ കേറി അറാമ്പറപ്പ് കാണിച്ചത് നമ്മൾ ക്ഷമിച്ചു. കാരണം നമ്മുടെ മാത്രക്കാരിയായിരുന്നു. പക്ഷെങ്കില് നമ്മുടെ മാമാലിയാരെ ചതിച്ച് ബാളിന് വെട്ടിക്കൊന്നില്ലേ, അത് നമ്മളെ ഹരിക്കൂല. കളരിപ്പരമ്പര ജിന്നുകളാണ്. നമ്മുടെ ഉമ്മ പുത്തൂരം വീട്ടിൽ ഉന്നയിച്ചാണ്. മയ്യത്തായി പോയ നമ്മുടെ മാമ അലിയാർ ചേതൂരാണ്. ഈ ചതിനന്ത്രുന്റെ തല കൊണ്ടല്ലാതെ ഈ അസനുണ്ണിയും ഉസനുണ്ണിയും മടങ്ങി പോകുന്ന പ്രശ്നമില്ല. ഇത് മക്കളെ, നിങ്ങളുടെ നാട്ടിൽ മുക്രി അറവന മുട്ടി പാടി നടക്കണ അല്ല സത്യം. ബാബാ കേക്ക്. നമ്മള് നടന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. വടക്കാഞ്ചേരി മാർക്കറ്റിൽ പറ്റൂല. ഇപ്പുറത്ത് നിന്റെ മാമ അലിയാരി ശേഖവരി, അപ്പുറത്ത് അരിങ്ങോടര് അബൂബക്കർ. നിന്റെ മാമക്ക് തുണ പോകാനായിട്ട് നമ്മൾ തന്നെ വേണോന്ന് നിന്റെ വല്യാപ്പക്ക് ഒരേ നിർബന്ധം. അങ്ങനെ നിന്റെ മാമക്ക് ഞമ്മള് തുണ പോയി. ആടാ
നാം പാടാം വൈദ്രോസ് ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, വെടക്ക് കഥകൾ, ബേജാറ് കഥകൾ, മുച്ചീട്ട് കളിയുടെ കഥകൾ. ഇടന്തിരി വലന്തിരി മറിഞ്ഞു കെട്ടി, അരിമൂട രലിയാര് തിരിഞ്ഞു കെട്ടി, ആരോ മല ഐദ്രോസ് പറന്നു വെട്ടി, കണ്ടു നിന്നന്ത്രുന്റെ ചങ്ക് പൊട്ടി, ഐദ്രോസിന് അന്നൊന്ന പ്രൈസ് കിട്ടി. നഗരിപ്പ് കൊണ്ടവൻ ആർത്തുതുള്ളി, എന്നെ പൊളിച്ചവർ ഇടിച്ചു, കേട്ടു നിന്നവരെല്ലാം വാവിച്ചു. നിങ്ങളുടെ മാമാനെ നമ്മൾ ബാള് കൊണ്ട് വെട്ടിക്കൊന്നതല്ല, ആ ബാദൂരി കുടിച്ചു കുടിച്ചു ബാള് വെച്ച് മയ്യത്തായി പോയതാണ്. അന്തർമാമ ഞമ്മളോട് സേവിക്കൂ. ഉമ്മ പറഞ്ഞു തന്ന നുണ മുഴുവനും കേട്ട് ഞമ്മൾ അന്തർമാമനെ തെറ്റിദ്ധരിച്ചു. ഞങ്ങളോട് ക്ഷമിക്കുക. എന്താ ക്ഷമിച്ചേക്കണേ? പോയാ ഇവിടെ ഉണ്ടാ. എണീക്ക് സന്തോഷായി, നമുക്ക് സന്തോഷായി. വാ, ഇപ്പോഴെങ്കിലും ഈ മാമാനെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. മാമാക്ക് പെറുക്കാതെ പോയ ഉണ്ണികളാണല്ലോ നിങ്ങള്, അസനുണ്ണിയും ഹുസൈനുണ്ണിയും. എന്താ ഇനിയും വിശ്വാസായില്ലേ? നമ്മളെ വിശ്വാസായില്ലേ? ഇനിയും വിശ്വാസായില്ലെങ്കിൽ ദാ നമ്മൾ കുനിഞ്ഞേക്കണ്. മാമയുടെ തല എടുത്തോളി. വെട്ടറാ, വെട്ട്. എന്ത് കഷ്ടം നോക്കണേന്ന്. രണ്ടാക്കാൻ കേറി കയ്യിൽ കാശുണ്ടായില്ല. ഉള്ള റേഡിയോ കൊണ്ട് ബാറിൽ പണയം വയ്ക്കുകയും ചെയ്ത്. ആ റേഡിയോ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാക്കാന്നുള്ള പാട്ടും കേട്ട് ആരെങ്കിലും വന്ന രണ്ടാക്കാനായിട്ട്. ഇതിലേ നീ വരുമെന്ന വാർത്ത. മാധവ, എന്തുവാണ് ഈ വെള്ളം അടിച്ച് കിടന്ന് കാണിക്കുന്നത്? എടാ നിനക്ക് രക്ഷയുണ്ടോ മാധവ? ആ വഴി എന്റെ ഉണ്ട്. വാ, ഫോളോ മീ. സുനാബിയേക്ക് സുനാബി, സാബിയേക്ക് സാബി. സ്വാമി ഓ ആകതയായാലും എന്റെ പൊന്നോ, വാ വാ. വത്സേ, കുമ്പളങ്കി വത്സമ്മേ. അയ്യോ, എന്റെ പേരെങ്ങനെ മനസ്സിലായേ? നാം നമ്മുടെ വക്രദൃഷ്ടിയിൽ എല്ലാം കാണുന്നു. മധ്യേന ശാന്തി എന്നാണല്ലോ പ്രശസ്ത മധ്യസ്ഥനും മഹാകവിയുമായ മധുസൂദനം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വത്സമ്മ മധ്യത്തിലിരിക്കൂ. ഇതാണോ? അല്ല, ആ കസേരയുടെ മധ്യത്തിൽ ഉപവിഷ്ടത. അവിടെ ഇരിക്കോ ചേട്ടനെ, മദ്യം തട്ടല്ലേ. പറയൂ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? സ്വാമി, actually my problem is very dangerous. I would like to talk about my വത്സേ, മലയാളം മാത്രം മതി. പറയൂ, വത്സയുടെ വിഷമതകൾ മുഴുവനും മലയാളത്തിൽ മാത്രം പൊഴിഞ്ഞിടൂ. സ്വാമി, എന്റെ പ്രശ്നം കുട്ടികളില്ല. ഉണ്ടാവേണ്ടതാണല്ലോ. എന്താ സ്വാമി? നാം ഒരു നിമിഷം ധ്യാനത്തിലായി പോയി. അപ്പൊ കുട്ടികളില്ല. അതെ സ്വാമി, ഞാൻ പലയിടത്തും പോയി പലരെയും കണ്ടു, പലതും പറഞ്ഞു നോക്കി. അപ്പോഴാണ് ദിവ്യനായ സ്വാമിയെ കുറിച്ച് കേട്ടത്. എന്താ സ്വാമി? അല്ല, കുട്ടിയുടെ ഭാഗ്യം എന്ന് പറയുക. ഏതായാലും എന്റെ അടുത്ത് തന്നെ ഒന്ന് പെട്ടല്ല. ഒരു വർഷത്തിനുള്ളിൽ വത്സമ്മയ്ക്ക് ഒരു കുട്ടിയെ തരുന്ന കാര്യം നാം ഏറ്റിരിക്കുന്നു. അയ്യോ സ്വാമി, എനിക്ക് ഒരു കുട്ടി പോരാ. പിന്നെ ചുരുങ്ങിയത് ഒരു 16 എണ്ണെങ്കിലും വേണം. എങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. 16 കുട്ടികൾ? ഏത് സ്പ്രേ അടിച്ചത്? എന്താ ചോദിച്ചേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 16 കുട്ടികൾ. ലോകത്തൊരു സ്ത്രീക്കുമില്ലാത്ത ആഗ്രഹം. ഇത് ഞാൻ കുറെ പാടുപെടേണ്ടി വരും. സ്വാമി, എങ്ങനെ പാടുപെട്ടാലും വേണ്ടില്ല, എന്റെ ആഗ്രഹം നടത്തി തരണം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കും, എന്റെ ജോലിയും പോവും. ആട്ടെ, വത്സമ്മയുടെ ഭർത്താവിന് എന്താ ജോലി? ഭർത്താവ്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലെന്നോ? ഇല്ല. ഓ മൈ ഹോട്ട്. അരെ റംജി, ഭർത്താവില്ലാത്ത വത്സമ്മയ്ക്ക് എന്തിനെത്രയധികം കുട്ടികൾ? അയ്യോ എന്റെ സ്വാമി എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് സ്കൂൾ കുട്ടികളാ. ഞാൻ സ്കൂളിലെ ടീച്ചറാ. 16 എണ്ണത്തിന് കൂടെ കിട്ടിയില്ലെങ്കിൽ എന്റെ ജോലി തെറിക്കും സ്വാമി. ആലിക്കണ്ണേ, നീ അടുത്ത ആളെ ഇന്ന് കടത്തി വിട്ടോളി. സമയം കളയണ്ട, ഇങ്ങോട്ട് പോന്നോട്ടെ. വാ മോളെ, കുത്തിയിരിക്കി. എവിടുന്നാണ് വരുന്നത് നീ? കോഴിക്കോട്ടെന്ന്. എന്റെ കാര്യങ്ങളൊക്കെ അമ്മോളം കൊണ്ട് പറയത്. പൊയ്യാപ്പിള അങ്ങ് ഗൾഫിലാ. രക്ഷപ്പെട്ട്? ഇല്ല, രക്ഷപ്പെട്ടിട്ടില്ല. വിസിറ്റിംഗ് വിസയ്ക്ക് പോയതാ, ജോലി കിട്ടിയിട്ടില്ല. ലായിലായ പെൺകുട്ടി, ഇതിനെ പറ്റിക്കാൻ എന്റെ എളുപ്പ. ആട്ടെ, ഗൾഫിൽ എവിടെയാ മോളെ? ദുബായില്. ആരാ പുയ്യാപ്പിളുടെ സ്പോൺസർ? ഒരു അറബിയാ. എന്നാ അറബിക്ക് ഒരു പിഞ്ഞാൻ എഴുതി കൊടുക്കണം. മോടെ കയ്യില് ഒരു ഉറുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടാ. അയ്യാ, എന്റെ ബന്ധിക്ക, ഉറുക്കും തിരിച്ചറിയാത്ത ലായിലായ പെൺകുട്ടി, പറ്റിക്കാൻ എന്ത് എളുപ്പം. ആട്ടെ, ഉന്റെ പുയ്യാപ്പിള കത്തയക്കാരണ്ടാ? കത്തയക്കാറില്ല.
എങ്കിൽ ഈ ഒരു കുത്തുബിയത്ത് നടത്തണം. എലിക്കണ്ണേ പിഞ്ഞാൻ 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 ഒന്നുകൊണ്ട് പേടിക്കണ്ട. ജിതങ്ങോട്ട് കുടിച്ചോ, കുടിച്ചോളിൻ, വിഷമിക്കണ്ട, കുടിച്ചോ, നമ്മളല്ലേ തരുന്നത്. അങ്ങോട്ടാ ഇജ്ജ് കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇജ്ജ് കൈ ഇങ്ങോട്ട് നീട്ട്. ഇനി നമ്മൾ പറയുന്ന പോലെ നീ അങ്ങോട്ട് പറയണം. വാ ഇന്ന നിക്കാഹ വാ ഇന്ന നിക്കാഹ വാ അഞ്ചകത്തുക്ക വാ അഞ്ചഹത്തുക്ക അൽമിന്തി ഖൽബിന്തി ഒറ്റ മഹറുക്ക. ഇനിയിപ്പൊ അന്നെ നമ്മൾ നിക്കാഹ് കഴിച്ചു, നീ നമ്മുടെ ബീവിയായിന്ന്. ഒന്നും ആലോചിക്കാനില്ല. നിന്റെ പുയ്യാപ്പിളെക്കാട്ടിലും ബെസ്റ്റാ നമ്മള്. ഇനി മൊഴി ചൊല്ലുന്നത് വരെ നീ നമ്മുടെ കൂടെ തന്നെയാണ്. അകത്തോട്ട് പോയിക്കോ, അകത്തോട്ട് പോയിക്കോ, വേഗം പോ. എന്റെ ദൈവമേ, പഴയ കള്ളൂടിയൊക്കെ നിർത്തി ഈ പരിപാടി തുടങ്ങിയത് ഇത്ര ഭാഗ്യായി. സമയം കളയണ്ട. വീട് വിട്ട് ഫ്ലാറ്റ് വാങ്ങി, വ്യാജരേഖ ഫ്ലോട്ട് വാങ്ങി, വിരുദൻ യവൻ കുറുക്കനായി. മതം മാറി നടന്നൊരു പകയൻ ആത്മീയ കുപ്പായമണിഞ്ഞ് നാടോടി നടന്നവൻ യമണ്ടൻ കസർത്ത് കളിച്ച് തട്ട് തകർത്ത് സ്വാമി എന്ന് നടിച്ച് ആസാമിയായി അഴിഞ്ഞാടി മലപ്പുറം തങ്ങളായി കറാമത്തുകൾ കാണിച്ച് അതും കഴിഞ്ഞവൻ പിന്നെ ഉപദേശിയായി കഴുകന്റെ കണ്ണോടെ പറന്നു പെമ്പിള്ളേരെ വേണ്ടുവോളം കവർന്നു. ഒരു കൂതറ സിനിമാ നടിയും ഒരുമാതിരി ഏമാന്മാരും യവന്റെ ഈ വേഷം കെട്ടിന് പങ്കാളികളായി. ഈ തീപ്പൊരി സീനുകളെല്ലാം ക്യാമറയിൽ സ്വാമി പകർത്തി തകർത്ത് കളിച്ചു രസിച്ചു വിരുദന്ന സ്വാമി. ഗുലുമാല് സീനുകളെല്ലാം ഒടുവിൽ കെണിയായി. തലകീഴായി മറിഞ്ഞപ്പോ കൂടെ കൂടി നടന്നവർ കൂട്ടുവിട്ട് പൊടിയും തട്ടി പിരിഞ്ഞു പോയി. മതം മാറി നടന്നൊരു പകയൻ ആത്മീയ കുപ്പായമണിഞ്ഞു. പകലെല്ലാം സ്വാമിയായി ഹരഹര ലഹരിയിൽ അവനൊരു നട്ടം ചിന്തരികിട്ട ചാടി സ്വാമി. പകലെല്ലാം സ്വാമിയായി ദിന്തരികിട്ട ചാടി സ്വാമി. ഒടുക്കത്തെ പൂജ കഴിച്ചു സംഗതി കൊളമാക്കി സ്വാമി. ഒടുക്കത്തെ പൂജ കഴിച്ചു പിക്ചർ കൊളമാക്കി. പല പെമ്പിള്ളേരെ ഇങ്ങനെ കരുതി കൂട്ടി കുരുതി കഴിച്ചു ഒരുവിധം സെറ്റപ്പാക്കി തളച്ചിടുന്നു. മതി കടന്നു ഈ പകയൻ ചെകുതാനെ ഉപ്പായമണിഞ്ഞു. കാലാകാലം പാടിടാനായി മന്ത്രിയുമായി കൂട്ടുകൂടി മാമ പണി ചെയ്ത് സ്വന്തം കീശ വീർപ്പിച്ചു. പണം വാരി വാരി എറിഞ്ഞവൻ കാര്യം സാധിച്ചു. ഇടം വലം നോക്കാതെ ബ്രേക്ക് ഇടാതെ കളിച്ചവൻ ഒരു ദിനം ബ്രേക്ക് പൊട്ടി തകർന്നടിഞ്ഞു. നടുവൊടിഞ്ഞു
മതം മാറി നടന്നൊരു പകയൻ ആത്മീയ കുപ്പായമണിഞ്ഞു